Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ്റെ റെസിപ്പി സ്റ്റാർട്ടറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നാന്നോ, ഈ റെസിപ്പി ആരും അങ്ങനെ ഉണ്ടാക്കി കാണുകയില്ല. ഇന്ന് റെസിപ്പി എന്നാന്ന് വെച്ചാൽ പൈനാപ്പിൾ ചിക്കനാണ് ചെയ്യുന്നത്. പൈനാപ്പിൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ബെസ്റ്റ് സ്റ്റാർട്ടറാണ്. ഒരു പാർട്ടിയൊക്കെ നടത്തുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുവാന്ന് മാത്രമേ ഈ ബോൺലെസ് ആക്കാനൊക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ബോൺലെസ് അല്ലേലും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുകാർക്കല്ലയോ, അന്നേരം പിന്നെ ഇനിയിപ്പോൾ എന്നാ കുറ്റം പറയാനാ, ഇതൊക്കെ മതി എന്ന് പറയും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പൈനാപ്പിൾ ചിക്കന് എന്നാക്ക വേണ്ടിയെന്ന് വെച്ചാൽ ഇതിപ്പോൾ സിമ്പിൾ റെസിപ്പിയാന്നു, പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് പൈനാപ്പിളിൽ വെച്ചിട്ട്. ഇന്ന് ചെയ്യല, അത് പിന്നെ ഒരു ദിവസം ചെയ്യത്തുള്ളൂ. ഇനി ഇതിന് വേണ്ടി സാധനങ്ങൾ എന്നാക്കിയാന്ന് നോക്കിയാൽ പൈനാപ്പിൾ ചിക്കന് വേണ്ടിയ സാധനങ്ങൾ അതിനകത്ത് തന്നെ നമുക്കറിയാം പൈനാപ്പിൾ എന്തായാലും വേണം. അതവിടെ ഇരിക്കട്ടെ, ബാക്കി സാധനങ്ങൾ അറിയണമല്ലോ. ഫസ്റ്റ് കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് വേണ്ടത്. ഇത് ഞാൻ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ അതിനെ ബോൺലെസ് ആക്കി. പിന്നെ വേണ്ടത് 2 മുട്ട, കുറച്ച് സോയാ സോസ്, പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി കുരുമുളക് പൊടി, കുറച്ച് കോൺസ്റ്റാച്ച്. ഇതെന്നാന്നറിയോ, ഇപ്പോൾ കാണുമ്പോൾ വെറും വെള്ളം പോലെ ഇരിക്കുന്നത്, പക്ഷെ അല്ല. ഇതെന്നാന്ന് വെച്ചാൽ കോൺസ്റ്റാച്ച് നമ്മൾ വെള്ളത്തിൽ കലക്കി വയ്ക്കുന്ന സ്ലറി ആയത്. ഇനി വേണ്ടത് കുറച്ച് മൈദ, ഒരു ഇച്ചിരി എണ്ണ, വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, അതല്ല എള്ളിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇച്ചിരി പൈനാപ്പിൾ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസും കൂടെ വേണേ. ഇത് കുറച്ച് ബ്രൗൺ ഷുഗറാ. ഈ ബ്രൗൺ ഷുഗർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കര ഇടാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ ബ്രൗൺ ഷുഗർ ഇടുന്ന കൂട്ട് തന്നെ നമ്മൾ ശർക്കര അത്രയും അളവിനിടരുത്, കുറച്ചൊന്ന് കുറച്ചേക്കണം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്നാക്കിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഞാൻ 2 മുട്ട എന്ന് പറഞ്ഞു, പക്ഷേ എന്നാന്നോ നമ്മളിപ്പോൾ ഇത്രയും ചിക്കനാന്നു ഞാനൊരു 2 മുട്ട പറയുന്നത്. പക്ഷേ 2 മുട്ട തന്നെ വേണമെന്നില്ല, എന്താ പറയുക, 1.5 മുട്ട എടുക്കാൻ ഒക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 മുട്ട എടുക്കുന്നത്. ആ ചിക്കൻ്റെ അളവനുസരിച്ച് നമ്മൾ മുട്ടയുടെ എണ്ണം കൂട്ടുക. ഇപ്പോൾ ഇച്ചിരി കുറവാന്നേൽ 1 മുട്ടയൊക്കെ മതിയാവേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, നമ്മൾ എന്തോരം ചിക്കൻ എടുക്കുന്നോ ആ ചിക്കനേൽ പിടിക്കാനും വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി എടുക്കുക. ഇച്ചിരി ഉപ്പ്, സോയാ സോസിന് ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയേച്ച് വേണം ഇതെല്ലാം ചേർക്കാനേ, ഉപ്പ് ചേർക്കാൻ. ഇതിനകത്തോട്ടാന്നു നമ്മുടെ ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഞാൻ ആ മാരിനേറ്റ് ചെയ്തത് അങ്ങനെ തന്നെ വെച്ചേക്കുക. ഇനി ഇതിനകത്ത് എനിക്ക് ഞാൻ സജഷൻ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരെ സമയമില്ലെങ്കിൽ ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ അത് പെട്ടെന്ന് മാരിനേറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ലോണം പിടിക്കാനായിട്ട് നമ്മൾ ചെയ്തേച്ച് ഇങ്ങനെ എല്ലാം കുഴച്ചെല്ലാം വെച്ചേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് പിടിക്കുമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഗസ്റ്റൊക്കെ വരുവാന്നേൽ പെട്ടെന്നൊന്ന് ആവാനായിട്ട് ഇപ്പോൾ ഇതുപോലെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി വെക്കുകയല്ല. അന്നേരം ഇത് ഉണ്ടാക്കി വെച്ച് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചേച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എനിക്ക് അതിന് സമയമില്ല. എന്തായാലും മാരിനേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. എണ്ണ ചൂടാക്കാൻ വെച്ചേച്ചാണെങ്കിൽ പ്രശ്നമില്ല. ഇത് ശരിക്കും വെജിറ്റബിൾ ഓയിലിൽ ചെയ്തേച്ചാൽ മതിയേ. ഒരു ബ്രൗൺ കളറിൽ വറുത്തെടുക്കാനുള്ളത്. അന്നേരം ഇത് അവിടെ നിന്ന് ചൂടാവട്ടെ. ആ സമയം നമുക്ക് ഇങ്ങനെ എന്തായാലും വറുത്തെടുക്കാൻ ഒക്കിയല്ല. അപ്പോൾ ഇതിനൊരു ബാറ്റർ വേണം. ഒരു കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് നമുക്ക് വറുത്തെടുക്കാനൊക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിടാം. നമ്മൾ ചിക്കനേൽ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും മാവിനൊരു ഇച്ചിരി ഉപ്പ് വേണ്ടായോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കോൺസ്റ്റാച്ച്. റേഷ്യോ സെയിം ആണ്, 1:1 എന്നുള്ള റേഷ്യോയിൽ പോയാൽ മതി.
അത് അല്ല കുറച്ച് ക്രിസ്പിനെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കോൺ സ്റ്റാർച്ച് ഒരു ഇച്ചിരി കൂടുതൽ കൂട്ടിക്കോ. ഇത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം എടുത്തിട്ടൊന്നും കുഴയ്ക്കരുത്. നമ്മൾ ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ സോസും എല്ലാം ഇല്ലേ, മുട്ടയും എല്ലാം കൂടെ, അത് ഒഴിച്ചേച്ച് ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് ശരിക്കായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് സ്പൈസി അല്ല കേട്ടോ. സ്പൈസി ആക്കണം എന്ന് ഇതൊന്ന് സ്പൈസി ആക്കിയാൽ കൊള്ളുകയില്ല. അതാ ഞാൻ പറയാം, അതിൻ്റെ ഒരു സ്പൈസിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കുരുമുളക് മാത്രമേ ഉള്ളൂ. ഇപ്പം കണ്ടോ, ആ വെള്ളം പോലെ ഉള്ളതെല്ലാം അങ്ങ് മാറിയേ. ഇപ്പം നല്ലോണം ആ ചിക്കനേലെല്ലാം അങ്ങ് പിടിച്ചേക്കുക. സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് പുരട്ടി വെച്ചേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേച്ചാലും മതി. അന്നേരം കുറച്ചുകൂടെ എന്താ പറയുക മാവും എല്ലാം കൂടെ ഒന്നുകൂടെ ആ ചിക്കനേലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുവേ. എന്ന് വെച്ചാൽ ഇപ്പം ഇച്ചിരി ഇടയിൽ കൂടെ ഒരു ഇച്ചിരി മാവ് വീണപ്പോഴത്തേന് എണ്ണ അങ്ങ് ചൂടായി. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഈ ചിക്കൻ ഓരോന്നായിട്ട് വറക്കാം. ചെറിയ ചൂട് മതി. എന്നാന്നോ നമ്മുടെ ചിക്കൻ ഇത് പച്ചയാണേ, വെന്തിട്ടില്ല. അന്നേരം നമ്മളൊരു ചെറിയ ഫ്ലെയിമേലിട്ടേച്ച് എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എന്നാ പറയുക മൊരിഞ്ഞു കിട്ടത്തേ ഉള്ളൂ, ഉള്ളു വേവുകയല്ല. മറ്റേ ആണെങ്കിൽ അങ്ങനെയല്ല, ഉള്ളും വേവും, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മൊരിഞ്ഞും കിട്ടും. വറുത്ത് കോരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ക്രിസ്പി ആയിരിക്കണേ. കോൺ സ്റ്റാർച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് അതൊരു ഇച്ചിരി ക്രിസ്പി ആവുമേ. വറക്കുമ്പോഴും എല്ലാം നല്ല അസലായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ആക്ച്വലി എന്നാന്നറിയോ, നമ്മുടെ ഈ ഇപ്പം നമ്മൾ ഈ വറുത്തെടുക്കുന്നത് ബാറ്ററാണ് ഏറ്റവും കൂടുതൽ മൊരിഞ്ഞു വരുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ചിക്കൻ ചിലപ്പോൾ വേവില്ലാന്നിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ അടച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു എന്നാ പറയുക ബാറ്ററിനകത്തോട്ട് പിന്നെയും വെള്ളം ഇറങ്ങി വെച്ച് ഒരു സോഗിയായി പോകും. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമേ തന്നെ ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്രിസ്പി മാക്സിമം ആക്കാൻ പറ്റുമോ അത്രയും ആക്കി വെച്ച് നമ്മൾ പിന്നെ ഈ ജ്യൂസ് എല്ലാം ചേർത്തേച്ച് എല്ലാം കൂടെ ചേർത്തൊരു മിക്സിങ് ഉണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് നേരം നമ്മൾ അടച്ചിട്ടിരുന്ന് കഴിഞ്ഞുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന പൈനാപ്പിളിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും ഒക്കെ ഒരു ഗുണം നമ്മുടെ ആ ചിക്കനേൽ അങ്ങ് പിടിക്കും. അതല്ല ഇനിയിപ്പോൾ ഇങ്ങനെയാണോ നമ്മുടെ സൈക്കോളജി, ഏതാ ഇങ്ങനെ തന്നെ വേവിച്ചെടുത്തിട്ട് മക്ക എല്ലാം ചേർക്കുന്നതാണെന്ന് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരം അടച്ചിട്ടു. ഇപ്പം നമ്മൾ ആ ചിക്കൻ ഫുൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആ സെയിം എണ്ണ ഉപയോഗിക്കണമെങ്കിൽ സെയിം എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് സെസമി ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് ചേർത്തേച്ചാൽ മതി. ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി, ഒരു 2 ടീസ്പൂൺ ഇടുക. അതിനകത്തോട്ട് എത്ര ചിക്കൻ ഉണ്ടോ അതനുസരിച്ച് പൈനാപ്പിൾ ഇടണ്ട, കുറച്ച്. ഇതൊരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയണം, അതായത് ഒരു ഒന്ന് മൊരിയല്ല, എന്നാലും അതിനകത്തൊരു ടേസ്റ്റ് ഉള്ളേ. മറ്റേ അല്ലെങ്കിൽ ഒരു എന്നാ പറയുക പച്ചച്ചോവ് വരും. ഈ പൈനാപ്പിളിൽ ഒരു ഇച്ചിരി ഫ്ലേവറൊക്കെ വേണ്ടേ, പൈനാപ്പിൾ മാത്രം പോരല്ലോ. അന്നേരം എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു ഇച്ചിരി ബ്രൗൺ ഷുഗർ ഇടാൻ പോവാ. ഇതൊരു സ്വീറ്റ് കംസ് എന്നാ പറയുക ഒരു എരിവ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കുരുമുളക്. ഈ സമയത്ത് കുരുമുളക് ആവശ്യമില്ല, പക്ഷേ എന്നാലും നമ്മളൊക്കെ മലയാളികൾ ഒരു ഇച്ചിരി എരിവ് ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ടെന്നേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ്. ഇതൊരു ഇച്ചിരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈനാപ്പിൾ ജ്യൂസ്
ഇത് ഫ്രഷാണേ, മേടിക്കുന്നതാണേലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫ്രഷിനോടല്ലേ നമുക്ക് എപ്പോഴും നല്ലത്. എന്നാ പറയുക, ആരോഗ്യവും കൂടെ ഒരു ഇച്ചിരി അതല്ലേ നല്ലേ. അതുകൊണ്ട് ഇത്രയും ഒഴിക്കണ്ട, പക്ഷെ എന്നാലും പൈനാപ്പിളിൻ്റെ ജ്യൂസ് വേണം. ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഉപ്പ്, പുളി, എരു, മധുരം 4 ഉണ്ട്. ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പം അതൊരു ഇച്ചിരി എന്നാ പറയുക, തിളച്ച് ആ ഒരു കുറുകാൻ തുടങ്ങുകയല്ലേ. പക്ഷെ ഒത്തിരി അങ്ങോട്ട് കുറുകുകയല്ല. പക്ഷെ എന്നാൽ ആ ചേർത്തേക്കുന്ന സോയാ സോസൊക്കെ ഒന്ന് ഇച്ചിരി ആ പൈനാപ്പിളിലൊന്ന് പിടിച്ചോട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾ എന്നാ ചെയ്യണം, നമ്മളിവിടെ ഒരു സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാന്നറിയാം, കോൺ സ്റ്റാർച്ച് ഉപയോഗിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് തേണ്ടേ. നേരത്തെ നമ്മൾ കലക്കി വെച്ചതാണ്, പിന്നെയും കണ്ടോ അതങ്ങ് അടിക്ക് പിടിക്കും. അതിനെ നല്ലോണം ഒന്ന് ഇളക്കി വെച്ച് ഒരു 2-3 സ്പൂൺ. അതിനകത്തിനെന്നറിയോ, നമ്മൾ ഈ ചേർത്തേക്കുന്ന സോസ് ഒന്ന് കട്ടിയാവാൻ മാത്രം. പോരാന്നുണ്ട് ഇച്ചിരി കൂടി ചേർത്തു. ഈ സമയത്ത് അതിൻ്റെ ഉപ്പ്, എരിവ്, പുളി അതെല്ലാം നോക്കിക്കോണം. ഇച്ചിരി കുറവാന്ന് തോന്നുവാന്നേൽ അതെല്ലാം ചേർത്തോണം. അങ്ങനെ ഒരു ഇച്ചിരി സോയാ സോസും കൂടെ ചേർക്കുവാണേ. സോയാ സോസ് എപ്പോഴും നമ്മൾ മേടിച്ച് ചേർക്കുമ്പോഴത്തേക്ക് ലൈറ്റ് സോയാ സോസ് ഉണ്ട്, ഡാർക്ക് സോയാ സോസ് ഉണ്ട്, അതിന് പലതരമുണ്ട്. അന്നേരം അത് നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പം ഒരു ലൈറ്റ് സോയാ സോസാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലൊന്ന് കുറുകി. ഇനി ഇതിരുന്ന് കുറുകുവാന്നേൽ നമ്മുടെ ഇറച്ചിയെ പിടിക്കാനും വേണ്ടിയിട്ടൊന്നും കിട്ടുകയില്ല അതിൻ്റെ ചാറ്. പക്ഷേ നമ്മുടെ ഇറച്ചിയിൽ ഇതെല്ലാം ഒന്ന് കോട്ടാവണം. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഇടുക. ഇപ്പോൾ കണ്ടോ, ഇത് കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലേസിങ്ങും എല്ലാം നമ്മുടെ ചിക്കനെ കിട്ടും. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്ര സ്ലോ ആയിട്ടാവുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഹൈ പ്രഷറിൽ വെക്കുവാന്നേൽ, നല്ല ഈ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലത്തെ തീ ആന്നേൽ ഇതെത്ര പെട്ടെന്ന് ഈ വെള്ളം അങ്ങ് അബ്സോർബ് ആവുമെന്നറിയാവോ. അന്നേരം ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് വീട്ടിലായതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ വെള്ളം പിന്നെയും ഒന്ന് പെട്ടെന്നൊന്ന് കുറുകത്തില്ല. അതിനകത്ത് തന്നെ ഇങ്ങനെ അങ്ങ് കിടക്കും. പിന്നെ ആ വറ്റാൻ ഒരിച്ചിരി സമയം എടുക്കും. ഈ നേരം കൊണ്ട് ചിക്കൻ അങ്ങ് ആ ക്രിസ്പിനെസ് പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വറക്കാൻ നേരം മാക്സിമം ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്തു എന്ന് ഞാൻ പറഞ്ഞേ. ഇതിനകത്ത് ഇനി വേറെ ഒരു ജോലിയില്ല. വേണമെങ്കിൽ ഒരു ഇച്ചിരി എന്നാ പറയുക, കുറച്ച് കുരുമുളകും കൂടി ഇഷ്ടമുള്ളവർക്ക് ഇടാം, കഴിയുന്നതും ഇടണ്ട. ഇനി ഇതിനകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസോ അല്ലെങ്കിൽ കൊറിയാൻഡർ ലീവ്സോ അല്ലെങ്കിൽ പാസ്ലേ ലീവ്സോ എന്നതേലും, ഇതൊന്നുമില്ലെങ്കിൽ കുറച്ച് വെളുത്ത എള്ള് ഇട്ടാലും നല്ല ഭംഗിയാണ്. ഇനി അടുക്കള ഒന്ന് ഒതുക്കണം, നമ്മുടെ ഗസ്റ്റിനെ വിളിക്കണം. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞ ആനീസ് കിച്ചണിൽ വരുന്നത് ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, വെരി സ്പെഷ്യൽ പേഴ്സണാണ്. അതുകൊണ്ട് നല്ല ഇംപ്രഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുക്കള ഒതുക്കിയേച്ച ഗസ്റ്റോടുകൂടി നമുക്ക് കാണാം. നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ, പൈനാപ്പിളിനകത്താന്നു ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പോകുന്നതല്ല, പോയി കഴിഞ്ഞു. അതെ, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് ഒരു രസമുള്ളത്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇത്രയൊന്നും ചെയ്യാനുള്ള നേരമൊന്നും നമുക്ക് കിട്ടുകയില്ല. പക്ഷേ എന്നാലും കഴിയുന്നതും എന്നാ പറയുക, ഒരു പ്രസൻറ്റേഷനിലാണ് ഒരു ഡിഷിനോട് ഒരു അട്രാക്ഷൻ വരുന്നതെന്നൊക്കെ പൊതുവേ കേട്ടിട്ടുണ്ട്. ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കൂടുതൽ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. പക്ഷെ ഞാൻ പറയാം, ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് ഗോകുൽ സുരേഷും പ്രയാഗ മാർട്ടിനുമാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. എന്തായാലും അവനെ ഞാൻ എൻ്റെ ആനീസ് കിച്ചണിലേക്ക് വിളിക്കട്ടെ. ഗോകു, പ്രയാഗ വരുന്നില്ലേ? ഇതിന് സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ വേണോ നിനക്ക്? വേണോ? നിന്നെ വിളിച്ചാ മാത്രമേ വരത്തുള്ളൂ? ഒരിക്കലും ഇല്ല. പിന്നെ എന്നാ അവിടെ പതുങ്ങി നിന്നെ? വിളിച്ചാ വരാം, ഇല്ലെങ്കിൽ ഞാൻ അതുവഴി പോവാം അല്ലേ? പോയി റെഡിയോടെ. ഗോകു, ഞാൻ ശരിക്കും വിചാരിച്ച എന്നാന്നറിയടാ, നീ അപ്പനെ പോലെയൊക്കെ ഇപ്പൊ ചവിട്ടി പൊട്ടിച്ച് ഇപ്പൊ കേറി വരുമായിരിക്കും. നീ എന്നെ സൈലന്റ് ആയിട്ടാടാ കേറി വന്നേ. ഞാൻ പൊതുവെ എങ്ങനെയാ ഇപ്പം ചിത്രമേ? പ്ലീസ്
എന്റെ ഗോകു, നീ നിന്റെ സ്വഭാവം നീ എന്നോട് പറയല്ലേ പൊതുവെ ഇങ്ങനെയാണെന്ന്. പ്രയാഗ, യു വോണ്ട് ബിലീവ്, ഗോകുല് കൊച്ചിലെ എന്നാ ഒരു നോട്ടിന്നൊന്നും പേരിടരുത്. അവന് വേറെ വല്ല പേരും ഉണ്ടെങ്കിൽ അത് ഇവനെ എടുത്ത് ഒട്ടിച്ചു വയ്ക്കുക. അങ്ങനെ ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. രാധിയ ചേച്ചി ഗോകു ഗോകുൽ ഗോകുൽ എന്ന് വിളിച്ചല്ലാതെ ഞാൻ കേട്ടിട്ടില്ല ആ വീട്ടിനകത്ത്. കാര്യം ഇവൻ എന്നാ ചെയ്യുന്നറിയോ, അന്ന് ഭാഗ്യ, ഇവന്റെ അനിയത്തി ഭാഗ്യയുടെ പ്രഗ്നന്റ് ആണ് ചേച്ചി ഞങ്ങളുടെ കല്യാണ സമയത്ത്. ഇവന് 2.5 വയസ്സെങ്ങാണ്ട് കാണും. അപ്പൊ എന്നാ ചെയ്തേ, ഞാൻ 2 ദിവസം കഴിയുമ്പോ അവിടെ ചേരുമ്പോ ഭാഗ്യ ചേച്ചി നിലത്തിരുന്ന് കരയാണോ ചിരിക്കണോ എന്നാ വേണമെന്ന് അറിയാൻ പറ്റും. ഇവൻ എന്നാ പറ്റി ചേച്ചി, ഒന്നാ മുറിക്കാത്തോട് നോക്കി. ഇവൻ എന്നാ ചെയ്യുന്നറിയോ, വെളിയിൽ കിടന്ന് ഓസ് എടുത്ത് വീട്ടിനകത്തെടുത്തിട്ട് ഫുൾ വെള്ളമാക്കി ഒരുത്തന്നെ. അന്നൊക്കെ നോക്ക്, ആ പ്രഗ്നന്റ് ആയ ഒരമ്മ ഇത് എങ്ങനെ തേച്ച് വൃത്തിയാക്കി. ഇപ്പൊ സ്വിമ്മിംഗ് പൂള് കളിച്ചതാ, അന്ന് അലച്ചോക്ക്. ആ ലിവിംഗ് റൂം ഡൈനിങ് റൂം എല്ലാം വെള്ളം. ഇവൻ എന്നാ ചെയ്യണം, പിന്നെ കയ്യിരിപ്പ്, ആര് പറഞ്ഞാലും കേൾക്കുകയല്ല. ഇങ്ങനെ നമ്മൾ ചില പിള്ളേരുണ്ടല്ലോ തെറിച്ചു പോകുന്ന പിള്ളേര്, ആ ഗോകുലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഗോകുല് ഞാൻ കാണുന്ന ഗോകുല് കാം ആൻഡ് കമ്പോസ്ഡ്. വെരി സോറി. എനിക്ക് ഇനിയിപ്പോ ഇത് ഈ ട്രാക്കിലേക്ക് ഞാൻ വീഴണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഗോകുൽ. എടാ ഇത് വേണ്ട, എനിക്ക് പഴയ ഗോകുലിനെ മതി. അതല്ലേടാ നല്ലേ, അതല്ലേ? ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ പരിപാടിയാ, ടിവി പരിപാടിയാ, ഫസ്റ്റ് ടൈം. ഇതുവരെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല? ഒരു ചാനലിന്റെ ഒരു പരിപാടി അങ്ങനെ ഞാൻ വന്നിട്ടില്ല. ഇല്ല, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. അപ്പൊ ചിത്രമായിക്കാണ് ഫസ്റ്റ് ആ ഒരു ക്രെഡിറ്റ്. ഈശ്വര ദേവി എല്ലാ അനുഗ്രഹവും കുഞ്ഞിന് കൊടുത്ത വലിയ സൂപ്പർ സ്റ്റാർ ആവട്ടെ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളിപ്പോ വന്ന ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ ഉണ്ട്, നിങ്ങൾ അഭിനയിച്ച ഉൾട്ട എന്ന് പറയുന്ന ഫിലിമിന്റെ പ്രൊമോഷൻ ഉണ്ട്. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ള, ഉൾട്ട മീൻസ് റിവേഴ്സ് അല്ലേ? അതിന് അങ്ങനെ ഒരു പേര് വന്നതിന് ഞാൻ പറയണം, എനിക്ക് നീ മിണ്ടണ്ട, പറയൂ. പൊതുവെ എല്ലാം ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഫിലിംസും അങ്ങനെയൊക്കെയാണല്ലോ വരാറ്. ഇതിലും മെയിൽ സെൻട്രിസിറ്റി കുറവാണ് എന്നുള്ളതല്ല, ഇതിൽ കുറച്ചും കൂടെ പൊളിക്കുന്നത് അതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്. അപ്പം പൊതുവെ ഉള്ളതിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒരു ഡിഫറൻസ്, ഒരു ഉൾട്ട ഉള്ള ഒരു ഫിലിമാണ്. അങ്ങനെ മൊത്തത്തിൽ അതൊരു ഉൾട്ട, സ്ഥിരം നമ്മൾ കാണുന്നതെന്നും ഒരു ഉൾട്ട. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോ ഒരു ഹീറോ എന്ന നിലയ്ക്ക് ഗോകുൽ ഇപ്പൊ ഒരു ഫിലിം നമ്മൾ സൈൻ ചെയ്യുമ്പോൾ, ഈ ഫിലിം തന്നെ സൈൻ ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞു ഹീറോയ്ക്ക് അത്രയും പ്രാധാന്യം ഇല്ല, അതിന് പകരം ഫീമെയിൽ ഓറിയന്റഡ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു മൂവിയിൽ സൈൻ ചെയ്യാൻ വാട്ട് ഈസ് ബിഹൈൻഡ്? ആ ഡിഫറൻസ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ആ ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു പരിധിവരെ ഊഹിക്കാനേ പറ്റത്തുള്ളൂ. പറഞ്ഞ് കേൾക്കുമ്പോൾ ഉള്ള ഒരു അട്രാക്ഷനാണ് അതിനോട് അടുക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു. പിന്നെ അതിൽ ആരൊക്കെയാണ് ആ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, അവരും അത് ഹോൾഡ് ചെയ്യുമോ, അവർ ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റഡ് ആവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നി അതിനായിട്ട് ആപ്റ്റായിട്ടുള്ള ആൾക്കാരാണ് പ്രയാഗ, അനുശ്രീ മാം, അവരെല്ലാവരും. പ്രയാഗ അത്ര നല്ലതായിട്ട് അഭിനയിച്ചോ? ഞാൻ പ്രായം കൊണ്ട് ഞാൻ മൂത്തതാ, പക്ഷെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഇളയതാ. പ്രായം കൊണ്ട് നമുക്ക് വിലയിരുത്താം. ഓക്കെ, നല്ല ആക്ടറാണ്. അല്ല, പ്രയാഗ മാത്രമല്ല, ഇപ്പം ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന എല്ലാ ആക്ടേഴ്സും ഭയങ്കര ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടിങ് സ്റ്റൈൽസ് ആണ്. പ്രയാഗ നല്ല ആക്ടറാണ്, ഡെഫിനറ്റ്ലി നല്ല ആക്ടറാണ്. നീ ചുമ്മാ അവളെ കുറച്ചൊന്ന് താത്തൊക്കെ പറയണ്ടേ, അന്നേരം അവള് റിയാക്ട് ചെയ്യത്തുള്ളൂ. ആരാ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചുമ്മാ റിയാക്ട് ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്ന റിയൽ ടൈം ആക്ടിങ് ഷെയർ ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ടൊക്കെ ചെയ്തെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പൊ ശരിക്കും ഗോകുൽ ഈ ഫീൽഡിലേക്ക് വരുമ്പം യു ഹാവ് എ ഗുഡ് എഡ്യൂക്കേഷൻ. ഗോകുൽ ഈ ഫീൽഡിലേക്ക് വരുന്നു, എന്തുകൊണ്ട് ഈ ഫീൽഡ് ചൂസ് ചെയ്തു? ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വെളിയിലുണ്ട്, നമുക്ക് ജോലിക്ക് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സേഫ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കൈ പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, നമ്മൾ സേഫ് അല്ല, എപ്പോഴും നമ്മൾ പെർമനന്റ് അല്ല, ഇത് ടെമ്പററി. അപ്പൊ ഷോർട്ടി ഇല്ലാത്ത ഒരു സാധനമാണ്. പക്ഷെ നീ ഇത് ചൂസ് ചെയ്തു, വൈ? ഞാൻ ആക്ച്വലി ചൂസ് ചെയ്തല്ല, എനിക്ക് ആദ്യത്തെ പ്രോജക്റ്റ് അങ്ങ് വന്നതാ. പിന്നീട് രണ്ടാമത് ഒരു പ്രോജക്റ്റ് വന്നപ്പോഴാണ് ഓക്കെ ഇതായിരിക്കാം എന്ന് നിശ്ചയിച്ച് ഞാനത് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ തുടരെ കുറച്ച് പ്രോജക്ട്സ് വന്നു, അപ്പം അതിൽ ചെയ്തു. അല്ലാതെ ഞാൻ കുഞ്ഞിലേ തൊട്ട് ആഗ്രഹം
എന്നാ ആവണമെന്നായിരുന്നു ആഗ്രഹം? ഇതില്ല. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് പോയിട്ടില്ല ആക്ച്വലി. ഭയങ്കര ലേസി ആയിട്ടുള്ള ആളായിരുന്നു, അങ്ങനെ പഠിക്കാനും വലിയ താല്പര്യമില്ലായിരുന്നു. വെരി ഗുഡ്. എന്റെ മക്കളെ ഇത് അനിയന്മാരോട് ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ. എല്ലാവർക്കും അറിയാം. എന്നാന്ന് വെച്ചാൽ ഇനി അവന്മാർ എന്നോട് പറയും, അമ്മ ഗോകുൽ ചേട്ടൻ പറഞ്ഞല്ലോ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഗോകുൽ ചേട്ടൻ കണ്ടു ഇത്രയൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിടാ. നാളെ എന്റെ ഏറ്റവും ഇളയതിനെയാണ് എനിക്ക് പേടി. അത് ഈ ഒരു പറഞ്ഞ പോലെ എല്ലാം ഈസി ഗോ ആണ്. പരീക്ഷ പിറ്റേ ദിവസം പരീക്ഷയാണെങ്കിൽ തലേന്ന് ക്രിക്കറ്റ് കാണുന്ന മനുഷ്യനാണ് അവൻ. എന്നാ ചെയ്യാൻ? അതേപോലെ ഇപ്പൊ ഇത് കേട്ടാ മതി. അങ്ങനെ ഉള്ളപ്പോഴാണ് തോന്നുന്നു കുറച്ചുകൂടി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണെന്നല്ല പറയുന്നത്, എന്നാലും കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ അടുത്തിടെ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുമ്പം ഒരു സ്റ്റീരിയോ ടൈപ്പിൽ നിന്ന് വെളിയിലോട്ട് പുറത്തു വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇതൊന്നും എനിക്ക് തന്നെ അവന് തോന്നുന്നില്ല. എല്ലാം മാച്ചു. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ നിശ്ചയിച്ചു ഈ ഫീൽഡ് നമ്മൾ ഓർപ്പിക്കാൻ പോവാണ്. അപ്പം എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും മോൻ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ളൊരു സ്പേസും ടൈമും ആയിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴും നിശ്ചയമല്ല. പക്ഷെ എന്നാലും എനിക്ക് എല്ലാ കൈൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സും റെസ്പെക്റ്റീവ് ഓഫ് ബീങ് ഓൾവേസ് ദ ഹീറോ ക്യാരക്ടർ, എനിക്ക് എല്ലാ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സും എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ട്. എത്രത്തോളം എന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഇത്രയും ഫിലിംസ് ചെയ്തിട്ടില്ല അച്ഛൻ വിലയിരുത്തിയില്ലേ മോൻ്റെ ആക്ടിങ്? ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതല്ലാതെ അവരൊക്കെ ആക്ച്വലി എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. എൻ്റെ അച്ഛനായിട്ട് ഒരു ചെറിയൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര കണക്റ്റാണ്. അപ്പം ഞാൻ കുഞ്ഞിലെ തൊട്ട് ഒരു നല്ല പേടിയാ, പക്ഷെ ഒരു ബഹുമാനത്തിന്റെ ഒരു സ്നേഹം കൂടുതലിന്റെ ഒരു പേടിയാണെന്നാണ് എപ്പോഴും അങ്ങനെ. രാധേ ചേച്ചി എപ്പോഴും രക്ഷപ്പെടുന്ന സുരേഷേടാന്നൊരു വിളിച്ചാൽ പിന്നെ ഇവൻ ഇങ്ങനെ കമ്പ് പോലെ അവിടെ നിൽക്കും. അവന് പിന്നെ അനങ്ങത്തില്ല. ബിക്കോസ് ഈ പിള്ളേരെല്ലാം അപ്പനോടുള്ളൊരു എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരു പേടി, ബഹുമാനം, സ്നേഹം. പക്ഷെ അപ്പൻ തല്ലിയിട്ടോ അങ്ങനെ ഒന്നും കാണത്തില്ല, തല്ലിയിട്ടില്ല, പക്ഷെ ഒരു പേടിയുണ്ട്. എന്റെ ബാക്കി സിബ്ലിങ്സ് 3 പേരും ഭയങ്കര ക്ലോസ് ആണ് അച്ഛനായിട്ട്. അവര് എന്നെക്കാട്ടിലും ഈസി ആയിട്ട് അച്ഛനായിട്ട് ഇടപെടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ഞാനും ശ്രമിക്കാറുണ്ട്. ആക്ച്വലി അച്ഛൻ ഭയങ്കര സ്വീറ്റ്. അച്ഛൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇടപെടാനായിട്ട് അച്ഛൻ ആക്ച്വലി എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ അപ്പോഴും കയ്യിരിപ്പ് അങ്ങനെ ആയിരുന്നല്ലോ. എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ കൈ ഇല്ലാത്തവർ വെച്ച് തല്ലു എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അവനോട് പേടിപ്പിച്ചേ അങ്ങനെ ആയിപ്പോയതാ. പക്ഷെ അച്ഛൻ സോ നൈസ്. വെച്ചാ ബാക്കി ഇളയ പിള്ളേര് പെൺകുട്ടികളാ, അവരൊക്കെ മാക്സിമം അപ്പനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലടാ, കറക്റ്റ് ആണ് അത്. ഓക്കെ, അപ്പൊ അച്ഛൻ എന്നാ പറഞ്ഞ? ഓക്കെ പറഞ്ഞോ? അച്ഛൻ തിരക്കേടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ ടു മേക്ക് ഇറ്റ് മോർ ബെറ്റർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ആക്ച്വലി അങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു അച്ഛനിപ്പം പൊളിറ്റിക്സിലും ഉണ്ട്. ആ രണ്ട് റിലേറ്റഡ് സംസാരങ്ങളും പൊതുവെ വീട്ടിലില്ല, ചെറുതിലോട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഇടേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, അച്ഛനെ ആസ് എൻ ആക്ട്രസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വീട്ടിലും അറിയാം അച്ഛൻ ആസ് എൻ ആക്ടർ എന്താണെന്ന്. പക്ഷെ ബീങ് എ പൊളിറ്റീഷ്യൻ അച്ഛൻ എന്തായിരുന്നു, എങ്ങനെയാണ് വീട്ടില് സോഷ്യലായിട്ട് എങ്ങനെയാണ് അച്ഛൻ എന്താ വെച്ചാൽ ഔട്ട്പുട്ട് എന്തായിരുന്നു? I think he's still learning to become a proper politician. അച്ഛൻ ഒരു ആക്ച്വൽ പൊളിറ്റീഷ്യൻ അല്ല. അത് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഡിസഡ്വാൻറ്റേജ്. കാരണം അച്ഛൻ ഉദ്ദേശിച്ച കുറേ നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തോട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ എത്തിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എത്തിച്ചിട്ടില്ല പല മീഡിയംസും. പക്ഷേ അച്ഛൻ ഭയങ്കര നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് തോന്നുന്നു. പക്ഷേ പൊതുവെ എല്ലാ കേപ്പബിൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയും അവരൊരു നല്ലൊരു പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് അവരെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുള്ളൂ നമ്മുടെ നാട്. കറക്റ്റ്. അപ്പൊ ഇപ്പൊ മോനെ നിനക്ക് രണ്ടും അറിയാം, ഒരു ആക്ടർ ആയിട്ടുള്ള ഒരു അച്ഛനെ അറിയാം, പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു അച്ഛനെ അറിയാം. രണ്ട് ഫീൽഡ് എന്താണെന്ന് നമുക്കിപ്പോ മനസ്സിലായി, ഏകദേശം ഇല്ല എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പം അച്ഛൻ ഒരു കാര്യം ചോദിക്കുകയാണ്, നീ എന്റെ കൂടെ കൂടുന്നോ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്സിലോ? വേണ്ടെന്ന് പറയോ? അല്ല, എനിക്ക് ആക്ച്വലി അച്ഛൻ പൊളിറ്റിക്സിലോട്ട് വന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, ഇപ്പം അച്ഛന് ആകെപ്പാടെ ഇപ്പം ഇലക്ഷന് നിന്ന സമയത്തും അച്ഛന് 18 ദിവസമേ കിട്ടിയുള്ളൂ. അതിൽ ഞാൻ 6 ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മതി എന്നുള്ളത്. എനിക്ക് കുറച്ചുകൂടെ ഒരു സോഷ്യലിസ്റ്റ് കൈൻഡ് ഓഫ്, ഇവിടെ ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് ഒരു ഗവർണൻസ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്, ഒരു ഡിഫറൻസ് ആണ് ആഗ്രഹിക്കുന്നത്. ഡിഫറൻസ് മീൻസ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി പൊളിറ്റീഷ്യൻസും ആക്ടേഴ്സിനെ പോലെ കുറച്ച് സൂപ്പർ സ്റ്റാറിഷ് ആയിട്ടാണ് നടക്കുന്നതും ഒരു ഗ്യാപ്പ് വെക്കുന്നതും. കുറച്ചും കൂടെ ഇപ്പം കാനഡ അങ്ങനത്തെ വെളിരാജ്യങ്ങൾ പോലത്തെ അവിടുത്തെ ഉള്ളൊരു, അത് നമുക്കിവിടെ കൊണ്ടുവരാൻ നോക്കുമോ?
ഇപ്പോഴത്തെ തലമുറ ഏകദേശം അങ്ങനെയൊക്കെയാണ് അവരുടെ സ്വഭാവവും ബിഹേവിയറും ഒക്കെ. ഇതേപോലെ അച്ഛൻ ഓൾ ഓഫ് എ സഡൻ വന്ന പോലെ നീ വന്ന? ഇല്ല, അങ്ങനെ പറ്റില്ല. അച്ഛനും ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പല ഇന്റർവ്യൂല്. അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പൊ അതല്ലാതെ ചെയ്യേണ്ടി വന്നതിന്റെയും കൂടെ റീസൺ കാരണം ഞാൻ ഒരിക്കലും വരില്ല. അപ്പൊ നിനക്ക് ഇത് തന്നെ ഇഷ്ടം? അതെ, എനിക്ക് ആക്ച്വലി ഫിലിം ഡയറക്ഷൻ എനിക്കൊരു ആഗ്രഹമുള്ള, ഇപ്പോഴൊരിക്കലും ചെയ്യില്ല. ഒരു പക്വതയും അതിൻ്റെ ഉള്ളൊരു അറിവും ഒക്കെ നല്ലോണം നേടിയിട്ടേ ചെയ്യുള്ളൂ. എനിക്ക് ആക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് ഹീറോ ആയിട്ടും അല്ലാതെ എനിക്ക് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ 3 മക്കളും ഫിലിമിൽ വന്നു. അപ്പൊ നാച്ചുറലി ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നെക്സ്റ്റ് 3 ഹീറോസ് അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നീ എവിടെ ഡയറക്ഷനിൽ പോകുന്ന? അല്ല, ഇപ്പോഴൊന്നും പോയില്ല. ഞാൻ ഒരു 10 കൊല്ലത്തിനോ ഒരു 15 കൊല്ലത്തിനോ ശേഷം എനിക്കിങ്ങനെ ഇപ്പം ഷാജി മാമൻ്റെയും ഞാൻ ഒരുപാട് പഴയ ഫിലിംസും അല്ലാതെ കുറച്ച് പഴയതായിട്ടുള്ളതും ഇപ്പോഴത്തേതും റെലവെൻ്റ് ആയിട്ടുള്ള മിക്ക ഫിലിംസും ഞാൻ കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ വിഷ്വൽസും ആ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് വരുത്തണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അതായിരിക്കും ഒരു ഡയറക്ടോറിയൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് തോന്നുന്നു. ഞാൻ ആക്ടറായിട്ട് ഓരോ സെറ്റിലും അധികം ഫിലിംസ് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ വർക്ക് ചെയ്യുന്ന ഓരോ ഫിലിംസിലും ഞാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം ഇൻഫർമേഷൻ അതിൽ നിന്ന് എടുക്കാനായിട്ട്. എല്ലായിടത്തും അത് നടക്കാറില്ല. പിന്നെ ഞാനത് ഗ്രാജുവലി പഠിക്കാൻ. മോന് മനസ്സിലാരായിരിക്കും ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ? അവളുടെ മൊത്തേ നോക്കല്ലേ? തീർച്ചയായിട്ടും പൃഥ്വിരാജ് സുകുമാരൻ. ഞാൻ സ്കൂൾ ടൈം തൊട്ട് ഞാൻ ഹാർഡ് കോർ ഫാനാണ്. മാക്സിമം ഫിലിംസ് തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. അച്ഛൻ്റെ സിനിമ മേൽവിലാസം ഇറങ്ങിയ സമയത്ത് പോലും ഞാൻ പൃഥ്വിരാജിന്റെ സിനിമയാണ് കാണാനായിട്ട് പോയിട്ടുള്ളത്. എനിക്ക് കുറച്ച് ആക്ഷൻ സെൻട്രിക് ആയിട്ടുള്ള ഫിലിമാണ് എനിക്കിഷ്ടം. അച്ഛനൊക്കെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ. അല്ല, ഒരു കാര്യം ചോദിച്ചിട്ട് ഇത് എന്നെ പറ്റി എന്നാ മിണ്ടായിരിക്കുന്നേ? പക്ഷെ മിണ്ടുമ്പോ സൂക്ഷിച്ചോ, കാര്യം ഇപ്പൊ ട്രോളിന്റെ രാജകുമാരിയാണ് പ്രയാഗ അല്ലേ? ഇത് എന്നെ എവിടുന്നൊക്കെ വരുന്ന ഈ ട്രോള്? അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഉള്ള എക്സ്പ്രഷൻസ് വരെ അവര് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കട്ട് ചെയ്യാനായിട്ട് അടുത്ത ട്രോളിന് ഇടാനായിട്ട് അല്ലേ? അതെങ്ങനെയാ ഈ ട്രോളിന്റെ ഹീറോയിനായി മാറിയേ? എനിക്കറിയത്തില്ല, അതൊരു ഭാഗ്യമാണ്. അതിന് എന്ത് പുണ്യം ചെയ്തു എനിക്കറിയത്തില്ല ചിത്ര ചേച്ചി. ഇതിനെ ഇങ്ങനെ എടുക്കാനായിട്ടും ആക്ച്വലി ഒരു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. ഇനിയിപ്പോ എന്തുവാവട്ടെ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്നതാണേലും അതിനെ ആ സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ചിലപ്പം ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എന്നെ പറ്റി ഒരു ട്രോൾ വന്നാൽ ഞാൻ ചിലപ്പോൾ തകർന്നു പോകും. അയ്യോ തന്നെ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതിയേ പോകും. പക്ഷെ വരുന്ന എല്ലാം ഈ തമാശയുള്ള സംഭവങ്ങളാണ്. ഇതുവരെ എനിക്ക് അങ്ങനെ കണ്ടിട്ട് വിഷമം തോന്നിയ ഒരു സംഭവം ഇല്ല, ഇതേവരെ വന്നിട്ടില്ല. ഇനി വരാതെ ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രയും ട്രോൾസ് വന്നതിന് ശേഷം ഞാൻ ഒത്തിരി കോൺഷ്യസ് അല്ലാതായി. പണ്ട് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ. കാരണം എന്നെ അറിയാത്തവരാണ് എന്നെ കാണുന്നത്. അപ്പൊ അവരെന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും? അപ്പോൾ അത് ആ ഒരു തോട്ട് തലയിൽ നിന്ന് അപ്പം സൂക്ഷിച്ച് വർത്താനം പറയുക, സൂക്ഷിച്ച് പോസ് ചെയ്തൊക്കെ നിൽക്കുക. അങ്ങനെ വന്നപ്പോ അങ്ങനെയായിരുന്നു കേട്ടോ, ചോദ്യത്തിന് മാത്രം ഉത്തരം പറയത്തുള്ളൂ. അതല്ല ഇങ്ങനെയാ അതായി. പിന്നെ വന്നപ്പോ തീർന്നു പ്രശ്നമുണ്ട്. പിന്നെ 10 ട്രോള് കിട്ടിക്കഴിഞ്ഞപ്പോ എന്തിനാ ഞാനിങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്നത്? കാരണം ഒരു കാര്യമില്ല അതിനകത്ത്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഞാനായിട്ട്, പണ്ട് ഞാൻ തന്നെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഐ ക്യാൻ ബി എന്താ പറയുക, ഒരു മടിയില്ലാതെ എനിക്ക് അതിന് ട്രോൾസ് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. നമുക്ക് ബാക്ക് ടു നമ്മുടെ ഫിലിം വരാം. ഉൾട്ട എന്ന മൂവിയിൽ പ്രയാഗ എന്റെ ക്യാരക്ടർ, അതിനകത്ത് എന്നതായിരുന്നു മോടെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പാറു എന്നാണ് ചേച്ചി. അതിനകത്ത് അനുശ്രീ ചേച്ചി എൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നത്. അനുശ്രീ പുള്ളിക്കാരിയുടെ ഇളയ സിസ്റ്ററായിട്ട് അഭിനയിക്കുന്നു. പൊന്നാപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ഹെയിൽ ചെയ്യുന്ന കുട്ടിയാണ് പാറു. അപ്പം അവൾ മടങ്ങി ഗ്രാമത്തിലോട്ട് വരുന്നു. അതിനുശേഷം കോളേജ് ശേഷം അവൾ വരുന്നു. ആ സമയത്തുണ്ടാവുന്ന ഈവൻസ് ആണ് സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ എനിക്കിപ്പോൾ പറഞ്ഞു പോയാൽ ഇനി എന്തൊരു കഥ പറഞ്ഞു വരും. കുറച്ച് ബാക്കിയുള്ള സിറ്റിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു ഗ്രാമം പോലെയാണ്. അവിടുന്ന് പുറത്തു പോയിട്ട് പഠിക്കുന്ന ആദ്യത്തെ കുട്ടിയാണ്. അപ്പൊ ഗോകുലിന്റെ ക്യാരക്ടർ എന്താ അതിനകത്ത്? എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ ഒരു വിമൻ എംപവർമെന്റിന് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. 2 രീതിയിലും എന്തിനാണ് ആ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യം എന്നുള്ളതിന് ഒരു ആവശ്യം എന്തിനാന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അതെ,
ഇതിലെ പുരുഷന്മാർ കുറേ പേര് അണിനിരക്കുന്നുണ്ട്. ഗോകുലുണ്ട്, രമേശ് ചേട്ടനുണ്ട്, പ്രദീപ് ഏട്ടനുണ്ട്, പിന്നെ ജാഫർ ഇടുക്കി ചേട്ടനുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പ്രോമിനന്റ് റോൾസാണ് ചെയ്യുന്നത്. ഭയങ്കര രസമാണ്. എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഔട്ട്പുട്ടാണ്, അല്ലാതെ ഇന്ന ആള് ഹീറോന്നോ ഇന്ന ആള് ഹീറോയിന്നോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടോ? ഹീറോയിൻ ഡെഫിനറ്റ്ലി ഒരു നെയിം സേക്ക് ഹീറോയിൻ ഉണ്ടാവുമല്ലോ ഒരു സിനിമയ്ക്ക്. എന്നാലേ ഓഡിയൻസിനും ആ ഒരു അറ്റാച്ച്മെന്റ് അവരോട് ഒരു സ്പെസിഫിക് ആയിട്ട്. ആക്ച്വലി ഈ ഫിലിം ഒരു ഫാമിലി ആണോ അതോ ഫാമിലി? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകർ ഇത് കാണണം. തീർച്ചയായിട്ടും കാണുക. അപ്പോഴാണ് വീണ്ടും അവസരം കിട്ടുക. ഞങ്ങളെപ്പോലെ ആക്ടേഴ്സിന് വീണ്ടും നല്ല ഫിലിംസിലും ഇതിൽ നിന്നും മികച്ച ഫിലിംസിലും വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടുന്നതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓഡിയൻസിന്റെ സപ്പോർട്ടിലൂടെ മാത്രമാണ്. തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ആ വാല്യൂവും വരുന്നത്. ശരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോകുലിന്റെ അടുത്ത് ലാലേട്ടന്റെ മോന്, മമ്മൂക്കയുടെ മോന്, സുരേഷേട്ടന്റെ മോന്. ഓക്കെ, ഇതിൽ രണ്ടുപേരുടെ മക്കളെ ഒരുമിച്ച് അഭിനയിച്ചു. ദാറ്റ് ഇസ് ലാലേട്ടനും നീയും കൂടെ. ലാലേട്ടന്റെ മോൻ പ്രണവും മോനും കൂടെ അഭിനയിച്ചായിരുന്നു. അതിന്റെ ആ ഒരു നല്ല എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് വളരെ ചെറിയൊരു ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 3 ദിവസം വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ അപ്പുചേട്ടൻ പ്രണവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആളെന്നൊക്കെ ഒന്ന് അറിയാനായിട്ട്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആൾ വളരെ ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം നമുക്ക് എങ്ങനെയാണ് ആൾ റിയാലിറ്റി എന്ന് അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ പ്രേക്ഷകർ, അതായത് ആനീസ് കിച്ചൻ വാച്ച് ചെയ്യുന്ന ഫാമിലി ഓഡിയൻസ് ഫസ്റ്റ് ടൈം കേൾക്കാൻ പോവാണ് ഫ്രം ഗോകുൽസ് മൗത്ത്. പ്രണവ് എങ്ങനത്തെ ഒരു വ്യക്തിയാണ്, എന്റെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞു തരിക. എനിക്ക് തോന്നുന്നു ആൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്പേസ് വേണം. ആൾക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊരേ നക്ഷത്രമാണ്. അപ്പം സിമിലർ സ്വഭാവമാണെന്ന് അരുൺ ഗോപി സാറൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അത്ര ലാൽ സാറിൻ്റെ മകനാവുന്നതിൻ്റെ ഒരു ഡിഫറെൻറ്റ് എക്സ്പോഷറും കൂടി അദ്ദേഹത്തിന് അപ്പച്ചേട്ടന് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നെ അത്ര റെക്കഗ്നൈസ്ഡ് അല്ല. അപ്പം ഞാനും ആക്ച്വലി അപ്പോഴാണ് ആലോചിച്ചത് ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്വഭാവമാണ്. വളരെ സിമ്പിളാണ്, ഒട്ടും ഡെഫിനറ്റ്ലി ആണ് വളരെ. പിന്നെ ഇപ്പം ആളുടെ അടുത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയും ഞാൻ നോർമലാണ് എന്നേ പറയത്തുള്ളൂ. അതിനെ ഡൗൺ അതെ, അത് എനിക്ക് തോന്നുന്നു നോർമലായിട്ടുള്ള. എൻ്റെ അടുത്ത് ചില ആൾക്കാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നെ മീറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ ഹമ്പിൾ ആവുന്നതൊന്നുമല്ല, ഞാൻ നോർമലാണ്. അപ്പോൾ നോർമൽ ആവുന്നതിനെ നിങ്ങൾ ഹമ്പിളായിട്ട് കാണുന്നതായിരിക്കാം, കാരണം എൻ്റെ അച്ഛൻ ഇന്ന ആളായതുകൊണ്ടായിരിക്കാം. പക്ഷെ അതേപോലെ ശരിക്കും കാളിദാസിനോട് അഭിനയിച്ചിട്ടുണ്ട്. യു ഹാവ് എ ഗുഡ് റാപ്പോർട്ട് വിത്ത് ഹിം. കണ്ണൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ കണ്ണനായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇടപെടാനായിട്ടുള്ള അവസരം കിട്ടിയത്. ഞാൻ ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ? കണ്ണൻ എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ പോലെയാണ്. അപ്പം പിന്നെ കണ്ണൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പം ഞാൻ ആ ഒരു ഇമേജിലും ഒക്കെ ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നിട്ടുണ്ട്. നല്ല രസമാണ്. വേറൊരു എനർജിയാണ്. എല്ലാവരും ഒത്തിരി അഡ്മയർ ചെയ്യുന്നുണ്ട് അല്ലേ? ശരിക്കും ഡെഫിനറ്റ്ലി എനിക്ക് അവരും അവരുടെ അച്ഛന്മാരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിന്റെ ഒരു എനർജിയാണ് ഇവരുടെ അടുത്തോട്ടും കൂടി റേഡിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. കുറച്ച് ദിവസമായാലും ഇവിടെ വന്നിട്ട്. ചേച്ചി എനിക്കൊന്നു ഈ വർഷം നടന്നതിൽ ഏറ്റവും എനിക്ക് സന്തോഷം തരുന്ന 2 കാര്യം. ഒന്ന്, പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് എ ലോങ് ടേം ഗോൾ. ഒരു 5 years ടൈം എടുത്തു അത് ഡിഗ്രി കഴിഞ്ഞ്. പിന്നെ ഞാൻ ഗ്യാപ്പ് എടുത്തില്ല, അപ്പം തന്നെ പെർസ്യൂ ചെയ്തു PG. അത് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. 2 years എനിക്ക് സിനിമയും പഠിത്തവും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഭയങ്കര പാടായിരുന്നു. ഇപ്പം ഞാൻ ഭയങ്കര റിലീവ്ഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സൊക്കെ പോയതുകൊണ്ട് ഒത്തിരി ഇപ്പം നന്നായിട്ട് എനിക്ക് സിനിമ കരിയർ എല്ലാം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്കൊക്കെ പറ്റിയ ഏറ്റവും വലിയൊരു മൈനസ് അതായിരുന്നു. കാര്യം ഫിലിമിൽ ഇച്ചിരി ബിസി ആയപ്പോൾ എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ കളയേണ്ടി വന്നു. അതിൻ്റെതായ ഒരു മൈനസ് പോയിന്റ്സ് ഇന്നും എനിക്കുണ്ട്, എന്നും കാണും, ലൈഫ് ലോങ് ഉണ്ടാവും. അത് യു ആർ അനദർ എക്സാമ്പിൾ ഫോർ ഓൾ ഓഫ് us, ദി യങ് ഗേൾസ്. ജനറേഷൻ എല്ലാം ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിലും ഞാൻ ഇത് പറയാനുള്ള പ്രായം പക്വതയൊന്നും ഇല്ല. അതാണ് ഞാൻ പ്രായം പക്വത ആയിട്ടില്ല, പക്ഷെ എന്നാലും യു ആർ സംബഡി ഹൂ വി ലുക്ക് അപ്പ് ടു. ദേവി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആ ക്ഷീണം സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇതോടെ താങ്ക് യു. കഴിച്ചോക്കടാ. എനിക്ക് പൊതുവെ എരിവുള്ള
ഭക്ഷണത്തിൻ്റെ കൂടെ മധുരം ഇഷ്ടമല്ല. പക്ഷേ ഇത് എരിവില്ല മധുരവും ഇല്ല, എന്നാൽ ഇറ്റ്സ് സ്വീറ്റ്, അതെ, സ്പൈസി അല്ല, സ്റ്റാർട്ടർ ജ്യൂസിയാണ്. കഴിച്ചില്ല അതിന് നല്ല ടേസ്റ്റ് കേട്ടോ. അല്ലാതെ കൊതിച്ചിരിക്കുവായിരുന്നു ഞാൻ. ഇത് എപ്പോൾ ആൻ ചേച്ചി ഇങ്ങനെ നീട്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ് ഈ സ്പൈസ് ആൻഡ് സ്വീറ്റ് കോമ്പിനേഷൻ. അപ്പം ഈ പൈനാപ്പിൾ ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ടേസ്റ്റ് വന്നു. ഇവിടെ അതിനെ വെച്ച് ഇങ്ങനെ കുത്താൻ പോകുന്ന തലക്കിട്ട് കുത്തുന്ന അതിന് പറയാം അഭിപ്രായം. എനിക്കൊരു ടേസ്റ്റ് എനിക്ക് ഇത് എടുക്കാൻ പറ്റിയിരുന്നു. കൊതി എനിക്ക് എരിവും മധുരവും ഒരുമിച്ചുള്ള ഇഷ്ടമല്ല, പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എടാ ഇങ്ങനെയാണെങ്കിൽ ഞാൻ നീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയാന്നേല് എങ്ങനെയാ ഒരു പെങ്കൊച്ചിനെ കണ്ട ഇഷ്ടമാന്ന് പറയുന്നേ? അതിൽ വലിയ കുഴപ്പമൊന്നും ഇതുവരെ വന്നിട്ടില്ല. നീ പറഞ്ഞോ ആരോടെങ്കിലും? ഇതുവരെ കുഴപ്പം പറഞ്ഞിട്ടില്ല. ആരോടാ പറഞ്ഞടാ? എന്റെ കോളേജിൽ ഉണ്ടായിരുന്ന കുട്ടി. എനിക്കറിയാം ആരോടാ പറഞ്ഞെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി. വേറൊരു പ്രാവശ്യം നമ്മള് വേറെ പെങ്കൊച്ചിനോട് പറഞ്ഞു. വേറെ നമ്മള് ഒരു ഇനോഗ്രേഷന് പോയി. ഇനോഗ്രേഷൻ എന്തായിരുന്നു? കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ. ഇല്ല, അത് സുന്ദരി കുട്ടിയാന്ന് ഞാൻ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞു. ഭയങ്കര ഒരു സുന്ദരി കുട്ടി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവള് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെ, ഞാൻ മാത്രമേ കുട്ടി കാണുന്നില്ല. അപ്പൊ ഗോകുൽ അവിടെ ആ കുട്ടിയെ കണ്ട ഭയങ്കര സുന്ദരി. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് യു ഡിഡ് റിയലി വെൽ എന്ന് പറഞ്ഞു. അത് ആ കുട്ടിക്ക് ശരിക്കും നല്ലോണം ചെയ്തിട്ടുണ്ടോ? സുന്ദരി ആയതുകൊണ്ട് മാത്രമല്ല. അല്ല, അവൻ ശരിക്കും അതിന്റെ ആ ഒരു എന്താ പറയാ കഴിവിനെ അവൻ മാക്സിമം. ആ കുട്ടി അവിടെ ഫ്ലാറ്റ് ആയി. പ്രണയം ആക്ച്വലി കോളേജ് ടൈംസിലാ പറഞ്ഞു അല്ലേ? പ്രണയം അത് കണ്ടിന്യൂ ചെയ്തില്ലടാ? കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ പോകുന്ന വഴി പൊട്ടിപ്പോയി. നിന്റെ മനസ്സിന് ഒത്തു വന്നില്ലേ പെങ്കൊച്ച്? ചിലപ്പോ എന്റെ മനസ്സിന് ഒത്ത് ഞാൻ എത്താത്തതായിരിക്കും. കാര്യം എത്രയായാലും നീ ഈ പറഞ്ഞ പോലെ എന്നാ പറയാ, അറിയാം എങ്ങനത്തെ പെൺകുട്ടികളെ ആഗ്രഹിക്കുന്നതെന്നും എങ്ങനെ ഒരു വീട് ഫാമിലി അല്ലേ? ഓ അല്ല, അങ്ങനെ സ്റ്റിക്ക് ചെയ്യണമെന്നില്ല. എനിക്ക് വർക്ക് ചെയ്ത് നമ്മൾ പണിയില്ലാതിരിക്കുമ്പോൾ നമ്മളെ പ്രിഫറൻസ് കൊടുക്കുന്ന പെൺകുട്ടി ആയിരിക്കണം, അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന പെൺകൊച്ചായിരിക്കണം, ആ ഫാമിലി ഭയങ്കരമായിട്ട് ഉള്ള കൊച്ച. പിന്നെ ചിലർക്ക് ഇവിടെ പ്രണയത്തിനൊന്നും ഒരു ദാരിദ്ര്യവും വന്നിണ്ടാവില്ല. എന്റെയും അവന്റെ ലുക്ക് ഒറ്റയടിക്ക് നിന്റെ അടുത്തോട്ടാ വന്നത്. എനിക്ക് അങ്ങനത്തെ ഹിസ്റ്ററി വളരെ കുറവാ. ഒരു ഗേൾ ഫ്രണ്ട് മെറ്റീരിയൽ അല്ല. അപ്പൊ എന്നോട് പറയാറുണ്ട് മോളെ നീ ഒരു നല്ലൊരു ആളെ കൊണ്ടുവരുവാണെങ്കിൽ അപ്പയ്ക്കും അമ്മയ്ക്കും ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ സ്റ്റാൻഡ് വിത്ത് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗോകുലിന് എന്തായാലും ഇപ്പോഴൊന്നും വേണ്ടല്ലോ അല്ലേടാ? ഇല്ല, എനിക്ക് ആ കൊച്ചിനെ നോക്കാനും കൂടെ പറ്റണം. അപ്പൊ അതിനൊന്ന് കാലം ഉറപ്പിച്ചിട്ട്. ഞാൻ ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ഉൾട്ട എന്ന് പറയുന്ന മൂവിയില് ശരിക്കും നമുക്ക് ഓഡിയൻസിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഓഡിയൻസിനോട് പറയാനുള്ള എന്താ വെച്ചാൽ വാട്ട് എവർ ഇറ്റ് ഇസ്, ഇതൊരു ബാലൻസ് ആണ്. അതായത് ഇവർ കോംപ്ലിമെൻ്ററി ആണ്, പുരുഷനും സ്ത്രീയും. പുരുഷനില്ലാതെ സ്ത്രീയോ സ്ത്രീയില്ലാതെ പുരുഷനോ എന്നുള്ളൊരു സംഭവമില്ല. അവർ കോംപ്ലിമെൻ്ററി ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയിട്ടുള്ളൊരു ജീവിതമാണ്. അങ്ങനെ പോയാൽ മാത്രമേ ഒരു സമൂഹവും നല്ലൊരു പോയിന്റിലേക്ക് വരത്തുള്ളൂ. അതാണ് ബേസ് മെസ്സേജ് ആണ് നമ്മളിപ്പോൾ ഉൾട്ടയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഗോകുലിന്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രേക്ഷകരോട് പറയുമ്പോൾ ഉൾട്ടയെ പറ്റി പറയുമ്പോൾ എന്താ പറയാനുള്ളത്? ഒരു പഴയ സിനിമകൾ എൻജോയ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് പഴയ സിനിമകളുടെ ഒരു എസൻസും അതിൽ ഫീൽ ചെയ്യും. പുതിയ സിനിമകൾ, ഇപ്പോഴത്തെ ന്യൂജൻ ടെക്സ്ചറുള്ള സിനിമകൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിലും ഒരു ടെക്സ്ചർ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യും അവർ. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും പോയിരുന്നിട്ട് വൾഗാരിറ്റി ഒന്നും തോന്നാതെ ചില സിനിമകളിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അപ്പം അങ്ങനത്തെ ഒരു പ്രവണത ഇല്ലാതെ, എന്നാൽ തമാശയുണ്ട്, ഒരുപാട് സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ളതല്ലാതെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ. ഗോകുൽ ഇനി സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനത്തെ മൂവീസ് ഒക്കെ സെലക്ട് ചെയ്യോ? എനിക്ക് മിക്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കുറച്ച് ടോട്ടലി ഇപ്പോൾ ഈ കഥ ഇല്ല അതില്ല എന്നൊക്കെ പറയുന്നതിന് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ ഒരു ടെക്സ്ചർ ഉണ്ട് ചില ഫിലിംസിന്. എനിക്ക് അങ്ങനത്തെ ഫിലിംസിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഉൾട്ട പോലത്തെ സിനിമ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലും ഒരു പറ്റം ഫിലിം മേക്കേഴ്സ് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും നമ്മൾ അത് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, ഒരിക്കലും അല്ല. എനിക്ക് എല്ലാ കൈൻഡ്സ് ഓഫ്, എനിക്ക് കുറച്ച് വെബ് സീരീസ് പോലത്തെ ടെക്സ്ചറിലും നല്ലൊരു സാധനമാണെന്നുള്ളത്. ഡെഫിനറ്റ്ലി
അല്ലേ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് നീ ഒരു ആക്ടർ ആണെന്ന് യു ഷുഡ് പ്രൂവ് അതെ അല്ലേ അത്രേ ഉള്ളൂ. ദൈവം I never aspired to become a star. അങ്ങനത്തെ ഒരു അത് ഞാൻ കണ്ടിട്ടില്ല. ഞാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. നീ കണ്ടില്ലെങ്കിലും എന്റെ വർക്ക് അവിടോട്ട് എത്തിക്കുകയാണെങ്കിൽ എത്തിക്കട്ടെ എന്നുള്ളൂ. ഞാൻ അതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിൽ എത്തുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയാ 100% നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൂ ഡെഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മോനെ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് എത്രയായാലും ദേവി എത്തിക്കും, നമ്മുടെ പ്രകൃതി എത്തിക്കും. ഡെഫിനറ്റ് ആണ്. നമ്മൾ ഉഴപ്പുവാണെങ്കിൽ ഇവൻ ഉഴപ്പനാ വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് നമ്മുടെ ഈ പ്രകൃതിയെ തരില്ല. അല്ല നമ്മൾ ട്രൂ ഡെഡിക്കേഷൻ 100% ആണെങ്കിൽ ഓഫ് കോഴ്സ് യു വിൽ റീച്ച് ദ എയിം. പിന്നെ അതിലൊരു ചെറിയൊരു വ്യത്യാസം ഈ കാലത്തുള്ളത്, നേരത്തെ കാലത്ത് ആക്ടേഴ്സിന് സക്സസ്ഫുൾ ആവാനായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന അവരുടെ സിനിമ മാത്രം മതിയായിരുന്നു. ഞാനും ഏകദേശം അതേ ഫോമാറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആക്ച്വലി ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ചാനൽസിൽ വന്ന് ഓരോ പ്രോഗ്രാംസിലും അതെ പ്രത്യേകിച്ച് ആനീസ് കിച്ചണിലും വന്ന് പ്രൊമോട്ട് ചെയ്യാന്ന് ഡെഫിനറ്റ്ലി ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ഒരു എന്റെ മോനെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാം കാണുന്നത്. ആ അമ്മമാരിലേക്ക് എത്തും. ആ അമ്മമാർ ഇപ്പൊ നിങ്ങളുടെയൊക്കെ വിശേഷം കാണാനും ഈ ഒക്കെ കേൾക്കാനും നിങ്ങളൊക്കെ എന്നാ ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട് ഒത്തിരി അമ്മമാരുണ്ട് ഇത് കേൾക്കാനായിട്ടിരിക്കുന്നത്. എല്ലാവർക്കൊക്കെ എന്നാ സന്തോഷമാണെന്നറിയാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞു ഗോകുൽ മാക്സിമം സംസാരിച്ചില്ലെങ്കിൽ എന്റെ അമ്മമാരെ വിചാരിക്കും ഇതെന്നെ ചെറുക്കണം എന്നാ ജാട പിടിച്ച ചെറുക്കണം വർത്താനൊന്നും പറയുന്നില്ല എന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഗോകുൽ എന്ന് പറയുന്ന മോൻ ഭയങ്കര പാവമാണ്. അവന് വർത്താനം പറയാൻ പേടിച്ചിട്ടാണ് അവനിങ്ങനെ ചുമ്മാ മിണ്ടാതിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് പേടിച്ചിട്ട് മാത്രമല്ല എൻ്റെ ഒരു ഈ ഒരു ആംബിയൻസിന്റെ ഒരു അറിവ് എനിക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല അധികം. അച്ഛൻ പൊതുവെ പബ്ലിക്കിന് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്നത് ഞാൻ ഇത് പറയുമ്പോൾ. കാരണം അച്ഛൻ ഒരു സൂപ്പർ സ്റ്റാർ, ഒരു ആക്ടറായിട്ട് മാത്രമല്ല ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടും കൂടെ നിന്നതുകൊണ്ട് അവർ മനസ്സിലാക്കില്ല ഞാൻ സെറ്റ് കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ വളരെ നമ്മുടെ ആ പ്രായത്തിൽ ശ്രദ്ധിക്കാതെ അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു ആംബിയൻസിനോട് വലിയ പരിചയം ഇല്ലാത്തതിൻ്റെതായ ഒരു ഇതാണ്. ചിലപ്പം ഇത് തുടരെ മാറി ഓക്കെ എനിക്കത് അത് വരുന്നില്ല അവന് വേണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അവൻ എന്തായാലും അങ്ങനത്തെ ഒരു പേടി മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവൻ ഇതിനേക്കാളും നല്ല അസലായിട്ട് വർത്താനം പറഞ്ഞ് ചിലപ്പോൾ എന്നെ വരട്ടേന്നിരിക്കും. അത് വെറുതെ ചുമ്മാ. ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റ് ഏതാ? ഞാൻ വിനീതേട്ടൻ്റെ അസിസ്റ്റന്റ് അരുൺ ചന്തു ഡയറക്റ്റ് ചെയ്ത സായാഹ്ന വാർത്തകൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഞാൻ കുറച്ച് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു ഫിലിമാണ്. അത് വരുന്നുണ്ട്. പിന്നെ അത് റിലീസ് ആവാൻ പോവാന്നോ? അത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെ റിലീസാവും. പിന്നെ അമ്പലമുക്കിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമീണമായിട്ടുള്ളൊരു ഫിലിം ചെയ്യുന്നുണ്ട്, പി ജയറാം കൈലാസ് ഡയറക്റ്റ് ചെയ്തിട്ട്. അതെ. പക്ഷെ ചിലരുടെ അടുത്ത വർഷം ഇനി പ്രോജക്റ്റ് ചോദിക്കണോ കല്യാണം ചോദിക്കണോ, അതാണ് എന്റെ കൺഫ്യൂഷൻ. എന്താ ഉദ്ദേശം? ചേച്ചി എന്റെ അടുത്ത് പ്രോജക്ട്സിനെ പറ്റി ചോദിച്ചു. കല്യാണം ഒരു പ്രോജക്റ്റ് ആണല്ലോ, അത് ലൈഫിലെ വലിയൊരു പ്രോജക്റ്റ് ആണ്. ടിൽ അവർ ലാസ്റ്റ് ബ്രെത്ത്. അത് അതിന് ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ പ്രോജക്റ്റ് ഏതൊക്കെയാ? പ്രോജക്റ്റ് ഇപ്പൊ കന്നഡയിലേക്ക് ഞാൻ സ്റ്റെപ്പ് ചെയ്തു. അപ്പം അവിടെ ഗീത എന്ന് പറഞ്ഞ മൂവി ചെയ്തു. അപ്പം കന്നഡ പോയി, മലയാളം മറന്നോ? ഇല്ല. ഹിന്ദി പോണ്ടേ? ഇനി ഹിന്ദി പഠിക്കണം. അറിയാൻ മേലേ? എനിക്ക് അറിയാം, പിന്നെ പക്ഷെ സംസാരിക്കാൻ എനിക്ക് കുറച്ച് എനിക്ക് വലിയ വശമില്ല. എനിക്ക് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും പറ്റും. പക്ഷെ എനിക്ക് ആ ഒരു അത് ഇംപ്രൂവ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ആസ് ആൻ ആക്ടർ. അപ്പം അത് പക്ഷെ നമ്മൾ കുറച്ച് ദിവസം സെറ്റിലൊക്കെ നിൽക്കുമ്പോഴത്തേന് അതൊക്കെ വരാനേ ഉള്ളൂ. ഉറപ്പല്ലേ? അന്ന് അതൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. എനിക്കൊരു പെങ്കോച്ചനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു 22 മുന്നേ കെട്ടിച്ചേച്ചി. ഡിഫറൻസ് ഇൻ പെർസ്പെക്റ്റീവ് അല്ലേ, ഇതാണ് ഏകദേശം ഉൾട്ടാ ഡിസ്കസ് ചെയ്യുന്നത്. വെരി സ്മാർട്ട്. അല്ല ഞാൻ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്തു. അല്ല ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കാനും പറ്റുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഓഡിയൻസിന് ഇപ്പൊ എല്ലാം മനസ്സിലായി വാട്ട് ഇസ് ഉൾട്ട എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. ഇനി പ്രേക്ഷകരെല്ലാം അത് പോയി കാണട്ടെ, എല്ലാവരും അഭിപ്രായം അറിയിക്കട്ടെ, നമ്മുടെ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആക്കട്ടെ. രണ്ടുപേർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ദേവി അനുഗ്രഹിച്ച് തരട്ടെ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നീ സൂപ്പർ സ്റ്റാർ ആവണം. ഇങ്ങനെ വർത്താനം പറയുമ്പോൾ നല്ലതായിട്ട് പറയണം, അല്ലെങ്കിൽ ഗോകുൽ ഭയങ്കര ജാടക്കാരനാന്ന് എല്ലാവരും പറയും. ഓക്കെ, അത് പറയാൻ പോലും അവന് പേടിയാ. എന്നത്തിനാടാ പേടിക്കുന്നേ? അപ്പോഴെന്താണ് ആ ഒരു സിറ്റുവേഷൻ അറിയില്ല. ഒരു സിറ്റുവേഷനും ഇല്ല, നീ സ്മാർട്ടായിട്ട് സംസാരിക്കും, അത്രേ ഉള്ളൂ. എനിവേ താങ്ക് യു വെരി മച്ച് മോനെ. നമ്മുടെ ഗോകുലിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം. മോനെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്നതാണ്. അന്നോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്.
ഇച്ചിരി വർത്താനം പറയാൻ ഇച്ചിരി പ്രയാസമുള്ള കൂട്ടത്തില്ല. പ്രയാഗയും ഞാനും ഇങ്ങനെ കിണങ്ങണ വർത്താനം പറയുന്നതുകൊണ്ട് അവൻ ഇച്ചിരി വർത്താനം പറയാത്തത്, അതുകൊണ്ട് അവൻ ഇച്ചിരി ജാടയാന്ന് തോന്നൽ മാത്രമേ ഉള്ളൂ, അവനല്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ വർത്താനം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഉൾട്ട എന്ന മൂവി നമ്മൾ ഏറ്റവും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു പടമാണെന്ന് പിള്ളേർ പറഞ്ഞു. ഒരു ഫാമിലി മൂവിയാണ്, അപ്പോൾ എത്രയായാലും ഫാമിലി മെമ്പേഴ്സ് ചെന്ന് കണ്ടാലേ അതിനൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവത്തുള്ളൂ. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു ചെറിയൊരു സ്പെഷ്യാലിറ്റിയും കൂടെ കിടപ്പുണ്ട്. കാര്യം നമ്മളെല്ലാവരും കണ്ട് ഗൂഗിളിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുക, പ്രയാഗയ്ക്കും ഫുൾ സപ്പോർട്ട് കൊടുക്കുക, കുട്ടികൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കൊടുക്കുക. ഇതല്ലാതെ നമുക്ക് വീട്ടമ്മമാർക്ക് എന്നാ ചെയ്യാൻ നോക്കും അല്ലേ? ഇതേപോലത്തെ പോസിറ്റീവ് ചിന്തകളും കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.